മനുഷ്യൻ മയിലിന്റെ കണ്ണുകൾ പൊത്തി മുഴുവൻ ശക്തിയുമെടുത്ത് വായുവിലേക്ക് എറിഞ്ഞു. പക്ഷേ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മയിൽ വായുവിലൊരു വട്ടം പറന്ന് മുൻവശത്തെ പുൽത്തകിടിയിൽ ചെന്നു നിന്നു. മയിലുകൾ പറന്നിറങ്ങുന്നിടത്ത് സ്വർണമുണ്ടാകും എന്നാണ് വിശ്വാസം. അതുകൊണ്ട് എല്ലാവരും ആവേശത്തോടെ അവിടം കുഴിക്കാൻ തുടങ്ങി. പക്ഷേ മണിക്കൂറുകളോളം കുഴിച്ചിട്ടും ഒരു തരി സ്വർണം പോലും കണ്ടെത്തിയില്ല. കാരണം ഇത് മയിലിന്റെ അവസാന സ്ഥലമല്ലായിരുന്നു. അത് വീണ്ടും പറന്നുപോയി ഒരു പാറയിൽ ചെന്നു നിന്നു. അത് ഒരു സ്വർണ്ണ പർവ്വതം തന്നെയായിരുന്നു. കൂട്ടത്തിൽ ഒരാൾ ഈ കാഴ്ച കണ്ടു. ഉടൻ തന്നെ ഈ വാർത്ത മറ്റുള്ളവരെ അറിയിച്ചു. തലവൻ പെട്ടെന്ന് തന്റെ ആളുകളുമായി അവിടെയെത്തി. അവർ അടുത്തെത്തിയപ്പോൾ വലിയ സ്വർണ്ണ കൂമ്പാരം കണ്ട് അവർ സ്തബ്ധരായി. എല്ലാവരും ആ പർവ്വതത്തിലേക്ക് ഓടി. പക്ഷേ അപ്പോഴേക്കും ഡസൻ കണക്കിന് മൂർഖൻ പാമ്പുകൾ പുല്ലിൽ നിന്ന് പുറത്തുവന്നു. സ്വർണ്ണപർവ്വതത്തിൽ കയറുന്നതിൽ നിന്ന് അവരെ തടയുക മാത്രമല്ല, എല്ലാ വശങ്ങളിൽ നിന്നും അവരെ ആക്രമിക്കാനും തുടങ്ങി. അപ്പോൾ ഒരു ശക്തനായ യോദ്ധാവ് ശാന്തമായി പാമ്പുകളുടെ രാജാവിനെ പിടികൂടി. കടിക്കാൻ ശ്രമിച്ച പാമ്പിന്റെ തല വേർപെടുത്തി അതിന്റെ ശരീരം വലിച്ചെറിഞ്ഞു. ഇതിനുശേഷം അയാൾ ഒരു നീല പൊടി വിതറി പാമ്പുകളുടെ കൂട്ടത്തെ ഓടിച്ചു. ഈ നിധി പാമ്പുകളാണ് സംരക്ഷിക്കുന്നതെന്ന് അവൻ അറിയാമായിരുന്നു. സ്വർണം വേണമെങ്കിൽ പാമ്പുകളുടെ രാജ്ഞിയെ നേരിടേണ്ടി വരും.